പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ 2022 നടന്ന +2 പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദ്യപേപ്പറാണ്. നോക്കാം, മലയാളം ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. യൗവനം, 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 യൗവനം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, യൗവനമാണ് ശരിയായിട്ട് എഴുതുന്നത്. യൗവനം, യൗവനമാണ് ശരിയായ പദം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പദശുദ്ധിയിൽ ആജാനബാഹു, ആജാനബാഹു എന്ന് നമ്മൾ പറയാറില്ല, ആജാനബാഹു എന്ന് പറയാറില്ല, ആജാനുബാഹു എന്നാണ് പറയുന്നത്. ആജാനുബാഹു എന്നാണ് പറയുന്നത്. ആജാനബാഹു എന്ന് പറയാറില്ല, ആജാനുബാഹു എന്നാണ് പറയുന്നത്. ആവലാധി എന്ന് നമ്മൾ പറയാറില്ല. ആവലാധി എന്നുള്ളത് തെറ്റാണ്, ആവലാധിയാണ്. ആവലാധി തെറ്റ്, ആവലാധി ശരി. ജാത്യാൽ എന്നുള്ളത് തെറ്റാണ്. ജാത്യാൽ എന്നുള്ളത് തെറ്റ്, ജാത്യ എന്ന് മതിയാവും. ജാത്യാൽ എന്നുള്ളത് തെറ്റ്, ജാത്യ എന്നുള്ളത് ശരി ഉത്തരം. ദൃഷ്ടാന്തം, ദൃഷ്ടാന്തം, ദൃഷ്ടാന്തം എന്ന് നൽകിയിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. ദൃഷ്ടാന്തം ആണ് ശരി ഉത്തരം. അടുത്തത് പുഷ്ടി. ട ഇട്ട ഠ എന്ന് നൽകിയിരിക്കുന്നു. പുഷ്ടി, അതെന്താണ്? അത് തെറ്റാണ്. പുഷ്ടിയാണ് ശരി, പുഷ്ടിയാണ് ശരി. പ്രദക്ഷിണം തെറ്റാണ്. പ്രദക്ഷിണം തെറ്റ്, പ്രദക്ഷിണമാണ് ശരി. പ്രദക്ഷിണം തെറ്റ്, പ്രദക്ഷിണമാണ് ശരി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. എന്താണ് തന്നിരിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറ് പതിവുണ്ട്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറ് പതിവുണ്ട് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതില് ഉത്തരം എന്ന് പറയുന്നത്, ശരിയായ വാക്യം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, 3 മാത്രം. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിയാറുണ്ട് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ബീറ്റ് ദ അയൺ, ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയുന്നത് കാറ്റുള്ളപ്പോൾ പാറ്റുക, കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. കാറ്റുള്ളപ്പോൾ പാറ്റുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്, കാറ്റുള്ളപ്പോൾ പാറ്റുക. അപ്പിയറൻസസ് ആർ ഓഫൻ ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പിയറൻസസ് ആർ ഓഫൻ ഡിസെപ്റ്റീവ്, അഴകുള്ള ചക്കയിൽ ചുളയില്ല. ആസ് ദ കിങ് സോ ദ സബ്ജക്ട്, യഥാ രാജ തഥാ പ്രജ, യഥാ രാജ തഥാ പ്രജ. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റുള്ളപ്പോൾ തൂറ്റണം. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻ എന്ന് പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ തൂറ്റണം. അടുത്ത ചോദ്യം, അയക്കുന്ന വ്യക്തി, അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം പ്രേക്ഷിതാവ്, പ്രേഷിതാവ്, പ്രേക്ഷിതാവ്, പ്രേഷിതാവ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അയക്കുന്ന വ്യക്തി, അയക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? പ്രേഷിതാവ്. ആരാണ് അയക്കുന്ന വ്യക്തി? പ്രേഷിതാവാണ്. ആരാണ്? പ്രേഷിതാവ്. പ്രേഷകൻ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞയച്ചവനാണ്. പറഞ്ഞയച്ചവനാണ് പ്രേഷകൻ. പ്രേഷകൻ പറഞ്ഞയച്ചവൻ. പ്രേഷണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് കത്തുകളും മറ്റും അയക്കലാണ് പ്രേഷണം എന്ന് പറയുന്നത്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചക്കാരനാണ്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇരുട്ട്. ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം, ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. തമസ്, ദ്വാന്തം, നിടിലം, അന്ധകാരം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം എന്ന് പറയുന്നത് ഏതാണ്? നിടിലമാണ്. ഏതാണ്? നിടിലമാണ്. ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? നിടിലം. ഓക്കെ അല്ലേ? പര്യായ പദം, സമാന പദം. ലലാടം എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റി. പര്യായമാണ്. ലലാടം നെറ്റിയാണ്. ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികമാണ്. ലലാടം എന്ന് പറഞ്ഞാൽ നെറ്റി, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികമാണ്. വക്ഷസ് എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. വക്ഷസ് എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. രുച എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിളാണ്. ലലാടം നെറ്റി, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികം, വക്ഷസ് നെഞ്ച്, രുച എന്ന് പറഞ്ഞാൽ ദുഃഖം, ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ധീരൻ.
ധീരൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ധീരൻ എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് അധീരൻ നൽകിയിരിക്കുന്നു, ഭീരു നൽകിയിരിക്കുന്നു, അശക്തൻ നൽകിയിരിക്കുന്നു, ദുർബലൻ നൽകിയിരിക്കുന്നു. ധീരൻ എന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് ഏതാണ്? ഭീരുവാണ്. ഏതാണ്? ഭീരുവാണ് ഉത്തരമായിട്ട് വരുന്നത്. ഉന്മുഖൻ വിപരീതം വിമുഖനാണ്. വിമുഖൻ, അധോമുഖൻ എന്നിവയാണ് ഉന്മുഖന്റെ വിപരീത പദം. ഉന്മുഖൻ, വിമുഖൻ, അധോമുഖൻ. സംവൃതമാണെങ്കിൽ വിവൃതമാണ്. സംവൃതം, വിവൃതം. സ്വാർത്ഥമാണെങ്കിൽ പരാർത്ഥം. സ്വാർത്ഥം, പരാർത്ഥം. അടുത്ത ചോദ്യം തത്വം. തത്വം പിരിച്ചെഴുതിയവയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. തത്വത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിരിച്ചെഴുതുന്നു. അതിൽ എന്ത് ചെയ്യുക? അതില് ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതില് നമ്മുടെ PSCയുടെ ആദ്യത്തെ ഉത്തരസൂചിക പ്രകാരം എന്താണ്? തദ് അധികം ത്വമാണ് തത്വമായിട്ട് നൽകിയിരുന്നത്. എന്നാൽ അന്തിമ സൂചിക പ്രകാരം ഈ ചോദ്യം എന്ത് ചെയ്തു? ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ചേർത്തെഴുതുന്നത് നമുക്ക് നോക്കാം. ഉദാഹരണങ്ങൾ. കൈ അധികം ഒപ്പ്. കൈ അധികം ഒപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യൊപ്പ്. കൈ അധികം ഒപ്പ്, കയ്യൊപ്പ്. കൈ അധികം എഴുത്തെന്ന് പറഞ്ഞാൽ കൈയെഴുത്ത്. കൈ അധികം എഴുത്ത്, കൈയെഴുത്ത്. വെൾ അധികം നിലാവ് എന്താണ്? വെണ്ണിലാവ്. വെൾ അധികം നിലാവ്, വെണ്ണിലാവ്. പിൻ അധികം പാട്, പിൽപ്പാട്. പിൻ അധികം പാട്, പിൽപ്പാട്. ആന അധികം ഭ്രാന്ത്, ആനഭ്രാന്ത്. ആനഭ്രാന്ത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. കവി. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവി എന്ന് പറഞ്ഞാൽ എന്താണ്? കവിയുടെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഏതാണ്? കവയിത്രിയാണ്. കവിയുടെ സ്ത്രീലിംഗം കവയിത്രി. ഏതാണ്? കവയിത്രി. കവയിത്രി. ഓക്കെ, നമുക്ക് നോക്കാം. കമിതാവ്. കമിതാവിന്റെ സ്ത്രീലിംഗം കമിത്രിയാണ്. കമിതാവ്, കമിത്രി. ശ്വശുരൻ. ശ്വശുരനാണെങ്കിൽ ശ്വശ്രുവാണ്. ശ്വശുരൻ, ശ്വശുരൻ, ശ്വശ്രു. ഹരിണമാണെങ്കിൽ ഹരിണി. ഹരിണം, ഹരിണി. മന്നാടിയാർ ആണെങ്കിൽ മന്നാഡിസ്യാർ. മന്നാഡിസ്യാർ ആണ് സ്ത്രീലിംഗമായിട്ട് വരുന്നത്. കമിതാവ്, കമിത്രി. ശ്വശുരൻ, ശ്വശ്രു. ശ്വശ്രു, ഹരിണം, ഹരിണി. മന്നാടിയാർ, മന്നാഡിസ്യാർ എന്നിവയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. വിഗ്രഹാർത്ഥം എഴുതുക. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണ പന്തൽ. കല്യാണ പന്തൽ എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹാർത്ഥ പ്രകാരം എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കല്യാണത്തിനുള്ള പന്തൽ. കല്യാണത്തിനുള്ള പന്തലാണ് എന്ത്? കല്യാണ പന്തൽ. കല്യാണത്തിനുള്ള പന്തൽ, കല്യാണ പന്തൽ. വെണ്ണകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? വെണ്ണപ്രിയനായ കൃഷ്ണനാണ് വെണ്ണകൃഷ്ണൻ. വെണ്ണപ്രിയനായ കൃഷ്ണൻ, വെണ്ണകൃഷ്ണൻ. നോക്കുകൂലിയാണെങ്കിൽ നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് നോക്കുകൂലി. നോക്കി നിൽക്കുന്നതിനുള്ള കൂലി നോക്കുകൂലി. വെണ്ണകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വെണ്ണപ്രിയനായ കൃഷ്ണനാണ്. നോക്കുകൂലി എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ്. നീലാകാശം എന്ന് പറഞ്ഞാൽ എന്താ? നീലയായ ആകാശമാണ്. നീലാകാശം എന്ന് പറഞ്ഞാൽ നീലയായ ആകാശമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 100ാമത്തെ ചോദ്യമായിരുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അതില് മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ എന്ന് ഓപ്ഷൻ എ നൽകിയിരിക്കുന്നു. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. ഇത് പല രീതിയിൽ അവർ തന്നിരിക്കുകയാണ്. ഇതില് ഇവിടെ ഇതിന്റെ ആവശ്യമില്ല അല്ലെ? ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് ചിഹ്നങ്ങളൊക്കെ ചേർത്ത് എഴുതുമ്പോൾ വരുന്നത്. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. ഇവിടെ ഒരു ദീർഘത്തിന്റെയോ ഒന്നും ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഡി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2022 12th പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദിച്ച മലയാളം ചോദ്യങ്ങൾ. നമുക്ക് അടുത്ത മലയാളം ചോദ്യ പേപ്പറിൽ, ഡെയിലി മലയാളം ചോദ്യ പേപ്പറിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.